അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. തൃശ്ശൂരിൽ പാലപ്പിള്ളിയിൽ കാട്ടാന സെപ്റ്റിക് ടാങ്കിൽ വീണിരിക്കുകയാണ്. എലിക്കോട് സ്വദേശി റാഫിയുടെ വീട്ടുവളപ്പിലാണ് ആന വീണത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, എന്താ സംഭവിച്ചത്? ഈ സെപ്റ്റിക് ടാങ്കിൽ വീണ ആന ഇപ്പോൾ എങ്ങനെയാ അവസ്ഥ? ആന വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പാലക്കാടാണ്. ഈ വനമേഖലയും അതുപോലെ തന്നെ റബ്ബർ എസ്റ്റേറ്റിലേക്ക് മേഖല നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആനകളുടെ വ്യാപകമായ ശല്യം ഈ പ്രദേശത്തുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഒരു കുട്ടിയാനയാണ് ഒരു സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ വനംവകുപ്പിന് വിവരം അറിയിച്ചു. വനംവകുപ്പ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാര്യമായ വലിയ കുഴിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യമായ അപകടമൊന്നും ആനയ്ക്ക് വരില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കാനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. എലിക്കോട് റാഫിയുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ ഒരു സെപ്റ്റിക് ടാങ്കിനുള്ളിലാണ് ഈ ആന വീടിരിക്കുന്നത്. അരുൺകുമാർ, ഒരു കുട്ടിയാനയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ചെറിയ കുഴിയാണ്. ആ ആനയ്ക്ക് വീഴാൻ പാകത്തിലുള്ള കുഴിയാണത്. അതെ, ആ ആനയ്ക്ക് വേണമെങ്കിൽ എഴുതിട്ട് പോകാൻ പറ്റുമോ ഒറ്റയ്ക്ക്? ഇല്ല, അതിനകത്ത് ജാമായി കിടക്കുകയാണ്. നമുക്ക് അതൊരു ഫോട്ടോയും ദൃശ്യങ്ങളും ജാമായി കിടക്കുക. ആനയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല അല്ലേ? അതെ 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 അതെ. അത് പെട്ടെന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ കഴിയും. പക്ഷെ വലിയ ആഴമില്ലാത്തത് കൊണ്ടും വലിയ പാറക്കല്ലുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചുറ്റും അല്ലേ? അതെ, ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ വനമേഖലയോട് ചേർന്ന ഈ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്, വലിയ റബ്ബർ എസ്റ്റേറ്റുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഉപയോഗശൂന്യമായ ഒരു സെപ്റ്റിക് ടാങ്ക് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആന വലിയ ശല്യമാണ് ഈ പരിസരത്തൊക്കെ. നമ്മൾ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വലിയ തോതിൽ റോഡിന് വന്ന് കൂട്ടമായിട്ട് ആനകൾ വന്ന് നിൽക്കും. റോഡിനൊക്കെയും ഗതാഗതം പോലും സാധ്യമല്ലാത്ത രീതിയിൽ പട്ടാപ്പകൽ പോലും അത്തരത്തിലൊരു സ്ഥലത്താണ് ഈ ആന ഇപ്പോൾ വീണിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോയി രക്ഷിച്ചാട്ടാനെ, പാവം ഒരു കുട്ടിയാനെയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, താങ്ക് യു ജെയ്സൺ. പാലപ്പിള്ളിയിലാണ് ആന എലിക്കോട് സ്വദേശിയുടെ വീട്ടിലെ ഒരു സെപ്റ്റിക് ടാങ്കിൽ വീണത്. കുട്ടിയാനയാണ്. അപ്പോൾ ആനയ്ക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ജാമായി.